VC നിയമനത്തിനായി പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് കാർഷിക സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനാലാണ് നടപടി. പ്രോ ചാൻസലറായ കൃഷിമന്ത്രിയും തീരുമാനത്തെ അനുകൂലിച്ചു. അതേസമയം കോൺഗ്രസ് അംഗങ്ങൾ പ്രതിനിധിയെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. VA ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, വിവരങ്ങൾ എന്താണ്? രാജ്യത്ത് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട സെനറ്റ് യോഗത്തിലാണ് ഇത്തരം തീരുമാനമുണ്ടായത്. കഴിഞ്ഞ തവണ സെനറ്റ് യോഗം ചേർന്നെങ്കിലും മതിയായ കോറമില്ലാത്തതിനാൽ ഈ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഈ സെനറ്റിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ചേർന്ന സെനറ്റ് യോഗത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന കാർഷിക സർവകലാശാല തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ സർവകലാശാല ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനാൽ തന്നെ ഗവർണറുടെ ആവശ്യം അംഗീകരിക്കേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ സർവകലാശാല സെനറ്റ് തീരുമാനിച്ചത്. പ്രോ ചാൻസലറായ കൃഷിമന്ത്രിയും ഈ തീരുമാനത്തെ അനുകൂലിക്കുകയായിരുന്നു. എന്നാൽ 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രതിനിധി വേണം എന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കാർഷിക സർവകലാശാല എത്തിച്ചേർന്നത്. ശരി, VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.